അത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കമ്പി അടിച്ചു കേട്ടോ. പക്ഷേ ഈ കമ്പിയില്ലേ ഇവിടെ നിന്ന് എൻ്റെ മോള് ആ മോളറ്റയില്ലേ ആ മോളറ്റത്തിൽ നിന്ന് പാവം ഇവിടെ വന്ന് വീണു. ഇപ്പോൾ അവിടെ ഒരു കട്ടയുണ്ടായിരുന്നു. എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യമെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അങ്ങനെ അന്ന് എത്ര അവൾക്ക് ഒരു 2 മാസം തന്നെ വരുള്ളൂ. വന്ന് എഴഞ്ഞ് വന്ന് ഇങ്ങനെ നമ്മൾ ഇതുണ്ടല്ലേ ഇങ്ങനെ വരുമല്ലോ, മുട്ടിലിഴഞ്ഞ് വരുമല്ലോ, അങ്ങനെ സത്യമായിട്ട് എൻ്റെ ദൈവസത്യമായിട്ട്. പിന്നീട് അമ്മ തുണി എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോഴും എൻ്റെ ഇവിടെ നിന്ന് വന്ന് വീണു. ഇവിടെ നിന്ന് ആ മുകളിൽ നിന്ന് എല്ലാം മുകളിൽ നിന്ന് കാര്യം എന്തെന്ന് പറഞ്ഞൂടെ, ആ മുകളിൽ നിന്ന് ഉരുണ്ട് ഈ താഴെ വന്ന് വീണ്. അങ്ങനെയാണ് കൈ ഒടിഞ്ഞത്. പിന്നെ പ്രായം ചെന്നതായതുകൊണ്ട് നല്ല ഇതായിട്ടില്ല. പിന്നെ അതും അങ്ങനെ പോണ്. പിന്നീട് ഞാൻ തുണിയെടുത്തും കൊണ്ട് ഇതാണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയത്. അവിടെ നിന്ന് ഇതുപോലെ തന്നെ ഉരുണ്ട് അന്ന് ഈ കമ്പിയും ഇല്ലല്ലോ. അങ്ങനെ സത്യം പറഞ്ഞാൽ ചെന്നതുകൊണ്ട് ആ മതിലിരിക്കേണ്ടത് ഇങ്ങനെ ചെന്നു. പക്ഷെ എന്തോ പെട്ടെന്ന് അങ്ങ് നിന്ന്. പെട്ടെന്നല്ല, ഞാൻ അതെൻ്റെ ഈ സൈഡിൽ കയറി പിടിച്ചത് ഇവിടെ ഇങ്ങനെ അങ്ങനെ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോഴാണിത് വയ്ക്കാൻ പറ്റിയത്. പിന്നെ നമുക്ക് ഒന്ന് എങ്ങനെ ഇരുന്നാലും പാടി എന്നെ ഇരുന്നേട്ടാ കാണിച്ചു തരാം. പിന്നെ അതുകൊണ്ട് ആ മുകളിൽ അതും കയറാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പോഴങ്ങനെ വെച്ചിരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ താമസിച്ചാലും ദൈവം സഹായിച്ചു. പിന്നത് പക്ഷെ എനിക്ക് എൻ്റെ അവളെ വീണില്ലേ എന്ന് വെച്ചാൽ അത്ര അതിലല്ലേ വന്ന് വീണത്. അതെനിക്ക് ഭയങ്കര ഇതായി പോയിട്ടോ സത്യം. ഇപ്പം അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എവിടെ ആദ്യം നോക്ക്, അതാണ്ടേ ഇവിടെ നിന്ന് ഈ തെങ്ങ് അറിയാമോ, ഞാൻ കാണിച്ചത് താഴെ ഇറങ്ങിയിട്ട് കാണിച്ചു നോക്ക്. ഇത്രയും ഇതിൽ നിന്ന് ഇവിടെ വന്ന് വീണെന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ ഒരു തന്നെ ഞാൻ പറയും. അങ്ങനെ തന്നെ ഞാനും അപ്പോൾ തുണി എടുത്തുകൊണ്ട് ഇറങ്ങിയ തല ഇങ്ങനെ ഇടിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇറങ്ങിയത്. അയ്യോ അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറയണമെങ്കിലും കലിയൊന്നും ഓരോന്ന് പറയണമെങ്കിൽ ദൈവങ്ങളില്ലെന്നും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്നാൽ ശരി.